നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് അതിനുള്ള ആയുർവേദത്തിലുള്ള ചികിത്സയെ പറ്റിയൊക്കെയാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും റിക്കറൻറ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, തുടർച്ചയായിട്ടുണ്ടാകുന്ന മൂത്രച്ചൊടിച്ചിലും അതിനുള്ള കാരണങ്ങളും ആയുർവേദ ചികിത്സയൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും വിശദീകരിക്കുന്നത്. UTI പ്രശ്നമുള്ള രോഗികൾ OPDയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, അതേപോലെ മൂത്രത്തിൻ്റെ സ്മെല്ലിലുള്ള വ്യത്യാസം, മൂത്രത്തിലുള്ള നിറവ്യത്യാസം, മൂത്രമാർഗത്തിലുള്ള പുകച്ചിൽ, അതുപോലെ തന്നെ ശക്തമായ പനിയും വിറയലും ഛർദിലുമൊക്കെ രോഗികൾക്ക് ഇൻഫെക്ഷൻ കൂടിയിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്ത് ഏത് ഓർഗാനിസമാണോ ഈ പറഞ്ഞ മൂത്രത്തിലുള്ള മൂത്രനാളികളുടെ ഇൻഫെക്ഷന് കാരണമാകുന്നത് അതനുസരിച്ചിട്ടുള്ള മരുന്നുകൾ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സിസ്റ്റത്തിനും അതിൻ്റേതായ മരുന്നും പ്രയോഗ രീതികളൊക്കെ ഉണ്ട്. അപ്പം അത് ഫാർമക്കോ വിജിലൻസ് പോലുള്ള മരുന്നിൻ്റെ ടോക്സിറ്റിയൊക്കെ പരിശോധിച്ച് കൃത്യമായ ലാബുകളിൽ പരിശോധിച്ച് വരുന്ന മരുന്നുകളാണ് എല്ലാ സിസ്റ്റവും ഉപയോഗിക്കുന്നത്. അപ്പം അത്തരം മരുന്നുകളുടെ പ്രയോഗം കൊണ്ട് അണുബാധ മാറുകയും രോഗിക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും അണുബാധയ്ക്കുള്ള കാരണം പ്രധാനമായിട്ടും ഈക്കോളി പോലുള്ള ഒരു ബാക്ടീരിയ അണുബാധയ്ക്ക് കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പം പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷനും ഇത്തരം അണുബാധകൾക്ക് കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതെല്ലാം വരുന്നത് ഒരു എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അണുബാധ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ് കൃത്യമായ പരിശോധനകൾക്കും അതേപോലെ തന്നെ കൃത്യമായി GMP സർട്ടിഫിക്കേഷനുള്ള മരുന്നുകൾ അതനുസരിച്ചുള്ള അണുബാധയ്ക്കുള്ള മരുന്നുകളും ഉപയോഗിക്കുമ്പോൾ സൈഡ് എഫക്റ്റ് ഒന്നും കൂടാതെ അത്തരം രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും വിശദീകരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള മൂത്രച്ചൊടിച്ചിൽ, ഒരു പ്രാവശ്യം മൂത്രച്ചൊടിച്ചിൽ വന്ന് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുട്ടികളുടെ കാര്യം ആദ്യം ഒന്ന് പരിശോധിക്കാം. കാരണം പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാത്തൊരു വിഷയം അല്ലെങ്കിൽ കൂടുതൽ പരിഗണന കിട്ടാത്തൊരു മേഖലയാണ് കുട്ടികളുടെ കാര്യം. പലപ്പോഴും സ്കൂളുകളിൽ അവരുപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ വൃത്തിയല്ലെങ്കിൽ കുട്ടികൾ ടോയ്ലറ്റിൽ പോകാൻ മടിക്കും. അപ്പം തുടർച്ചയായിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെയൊക്കെ മൂത്രം പിടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇൻഫെക്ഷനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഹൈജീനിക്കായിട്ടുള്ള ടോയ്ലറ്റുകൾ, വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഒരു പ്രധാന ആവശ്യമാണ്. വൃത്തിയുള്ള ടോയ്ലറ്റിൽ വൃത്തിയില്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഈ പറഞ്ഞ ടോയ്ലറ്റിൽ പോകാൻ അവർ മടി കാണിക്കും. അതേപോലെ ദീർഘദൂര യാത്രയൊക്കെ ചെയ്യേണ്ട അവസരങ്ങളിലുമൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന കാരണം, അതേപോലെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ, ഇതൊക്കെ ഈ പറഞ്ഞ മൂത്രനാളിയിൽ അണുബാധ ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ ഏത് അണുക്കളാണെന്നുള്ള യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കി അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യുമ്പോൾ അണുബാധ മാറും, രോഗിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും മാറും. അപ്പം ഇനി നമുക്ക് നോക്കേണ്ട വിട്ട് സ്ത്രീകളിൽ മൂത്രച്ചൊടിച്ചിലുണ്ടാകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മെനോപോസായ സ്ത്രീകളിൽ, മാസമുറയൊക്കെ നിന്ന സ്ത്രീകളിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. അപ്പം അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം മെനോപോസായ സ്ത്രീകളിൽ ഈസ്ട്രോജൻ്റെ അളവ് വളരെ കുറഞ്ഞു വരുന്നതുകൊണ്ട് അവരുടെ യോനിയിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈർപ്പത്തിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ആ ഈർപ്പത്തിലൊക്കെ വ്യത്യാസം വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ നനവുള്ള ഭാഗങ്ങളിലെല്ലാം ശരീരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അണുക്കളുമുണ്ട്, അതേപോലെ തന്നെ ഇൻഫെക്ഷനെ ചെറുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ pHയിലുള്ള വേരിയേഷൻസ് വരുമ്പോഴത്തേക്ക്, സ്വാഭാവികമായിട്ടുള്ള സ്ട്രക്ചറൽ വേരിയേഷൻസ് വരുമ്പോഴത്തേക്ക്, സെർവിക്സിനുള്ള അട്രോഫി പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഭാഗത്തുള്ള അണുക്കളുടെ സന്തുലിതാവസ്ഥയ്ക്കൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇത് ഒരു പ്രധാന കാരണമാണ്. വജൈനൽ ഡ്രൈനസ് ഒരു പ്രധാന കാരണമാണ്. അതേപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലുള്ള കണ്ടീഷനുള്ള രോഗികൾക്കും ഈ പറഞ്ഞ വജൈനൽ ഡ്രൈനസ് ഉണ്ടാകാനുള്ളൊരു പ്രധാന കാരണം. ഇത്തരം അവസ്ഥകളൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ രോഗികൾക്കുണ്ടാകും. പ്രത്യേകിച്ച് മലബന്ധമൊക്കെ ഉള്ള കോൺസ്റ്റിപ്പേഷനുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഈക്കോളി ബാക്ടീരിയ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടൗലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം ശരീരഘടനയനുസരിച്ചിട്ട് മലദ്വാരവും മൂത്രനാളിയൊക്കെ അടുത്തടുത്ത് വരുന്ന രീതിയിലുള്ള ശരീരഘടന ആയതുകൊണ്ട് ഇത്തരം ഇൻഫെക്ഷൻസ് സാധ്യത കൂടുതലാണ്. അപ്പം എത്രയൊക്കെ ഹൈജീനിക്കായിട്ട് നോക്കിയാലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പുരുഷന്മാരെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ മൂത്രം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതും ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് കൂടാനുള്ള സാധ്യതയാണ്. അതേപോലെ കിഡ്നി സംബന്ധമായ പ്രശ്നമുള്ള രോഗികളിൽ, അതേപോലെ
ബ്ലാഡറിൻ്റെ കോമ്പിറ്റൻസിയിൽ പ്രശ്നമുണ്ടെങ്കിൽ ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. യൂറിത്രൽ സ്ട്രക്ചർ പോലുള്ള കണ്ടീഷൻസ്, മൂത്രം ദീർഘദൂരം കെട്ടിക്കിടക്കുന്ന കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ വെള്ളം കുടിശീലം കുറവുള്ള ആൾക്കാർക്ക്, ഡീഹൈഡ്രേഷനൊക്കെ ശരീരത്തിലുള്ളവർക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കൂടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സ്ത്രീകളുടെ പ്രശ്നം പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് മെനോപോസായ സ്ത്രീകളുടെ പ്രശ്നം പരിശോധിക്കുകയാണെങ്കിൽ, അപ്പോൾ അവിടെ ഒരു കറക്ഷൻ ട്രീറ്റ്മെൻറ്റ് ആവശ്യകതയുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും മൂത്രച്ചുടിച്ചിലുണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കറക്ഷൻ ട്രീറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പി എച്ചിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ ഈ സെർവിക്സിലുള്ള അട്രോഫി പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ, ഈസ്ട്രോജൻ്റെ കുറവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ചികിത്സകൾ, കറക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആയുർവേദത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആയുർവേദത്തിൽ എക്സ്റ്റേണലായിട്ട് ബാഹ്യമായി ചെയ്യുന്ന ചികിത്സകളുണ്ട്, ആന്തരികമായി ചെയ്യുന്ന ചികിത്സകളുണ്ട്. ബാഹ്യമായിട്ട് ചെയ്യുന്ന ചികിത്സകളിൽ വരുന്ന ഒരു പ്രധാന ചികിത്സയാണ് യോനി ക്ഷാളനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രത്യേക മരുന്നുകൾ വെച്ചിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അതിന് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ഉള്ള സമയത്തല്ല, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ ആദ്യത്തെ സ്റ്റേജിൽ ഈ അണുക്കൾ പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടിയുള്ള മരുന്നൊക്കെ കഴിച്ച് രോഗം ഭേദമായതിനു ശേഷം വീണ്ടും വരുന്നുണ്ടെങ്കിൽ വീണ്ടും വരുന്നുണ്ടവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അതൊരു കറക്ഷൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സർവിക്സ് അട്രോഫി ഉള്ള കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന മെഡിസിൻസ് വെച്ചിട്ടുള്ള, പ്രത്യേകിച്ച് തൈലവും ഘൃതവും ഒക്കെ ഉള്ള മരുന്ന് വെച്ചിട്ടുള്ള പാക്കിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം യോനി പിച്ചു എന്നൊക്കെയാണ് ആ ചികിത്സയ്ക്ക് പറയുന്ന പേര്. അപ്പോൾ അത്തരം ചികിത്സാ രീതികളൊക്കെ ആയുർവേദത്തിലുണ്ട്. വീണ്ടും കുറച്ചുകൂടെ കാര്യക്ഷമമായ ചികിത്സകൾ വേണ്ടി വരുവാണെങ്കിൽ സ്നേഹപാനം പോലുള്ള ചികിത്സകൾ, വിരേചന ചികിത്സകളൊക്കെ ചെയ്ത് ഒരു സ്ട്രക്ചർ കറക്ഷൻ ചെയ്തതിന് ശേഷം ആ ഭാഗത്തെ സ്ട്രെങ്ത് ചെയ്യുന്ന രീതിയിലുള്ള രസായന പ്രയോഗ വിധികൾ ഒക്കെ ആയുർവേദത്തിൽ പ്രയോഗിച്ചു വരുന്നുണ്ട്. ശതാവരി കുളം പോലുള്ള ലേഹപ്രയോഗ വിധികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം ചികിത്സാ രീതികളിൽ, പ്രത്യേകിച്ച് ഹോർമോൺ ഇംബാലൻസ് ഉള്ള പ്രശ്നമുള്ള സ്ത്രീകൾ. അപ്പോൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിപ്പോൾ അനാറ്റമിക്കലായിട്ടുള്ള സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നങ്ങളാണോ അതല്ല എൻവയോൺമെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്നൊക്കെ ഉള്ളത് ഓരോന്നും കൃത്യമായി പരിശോധിച്ച് അതനുസരിച്ചുള്ള ചികിത്സ ആയുർവേദത്തിൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വീണ്ടും വീണ്ടും വരുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മൂത്രച്ചുടിച്ചിലിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ നമുക്ക് കഴിയും. അപ്പോൾ ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.